നമസ്കാരം. നിർമ്മാതാവ് സാൻഡ്ര തോമസിന്റെ പത്രിക തള്ളി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാൻഡ്ര അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കണ്ട ആ ഒരു നാടകം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമപ്രവർത്തകരെ ഇതുപോലൊരു കാര്യത്തിൽ ഇതുവരെ അകത്തോട്ട് കയറ്റാത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അന്നേ ദിവസം സാൻഡ്ര തോമസ് പത്രിക കൊടുക്കുന്നത് പിൻവലിക്കുന്നതാണ്, തള്ളുകയാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണോ മാധ്യമങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും സാൻഡ്ര അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് എത്തുന്നത്. കാരണം സാൻഡ്രയുടെ പത്രിക എന്തുകൊണ്ട് തള്ളി എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സാൻഡ്രയെ സംബന്ധിച്ചിടത്തോളം സാൻഡ്ര ആദ്യം വർക്ക് ചെയ്തത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പാർട്ട്ണറായിട്ടാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിൽ വിജയ് ബാബുവിനൊപ്പമാണ് സാൻഡ്ര തോമസ് നിർമ്മാതാവായിരുന്നത്. അതിനുശേഷം സാൻഡ്ര ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് മാറുകയും പിന്നാലെ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുകയും ചെയ്തു. അതിൽ നിർമ്മിക്കപ്പെട്ടത് 2 സിനിമകളാണ്. ഒന്ന് ഷൈൻ ടോം ചാക്കോ, ഷെയ്ൻ നിഗം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രം. രണ്ടാമത്തെ ചിത്രം നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രമാണ്. അതിൽ ബാബുരാജ് ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. അതൊരു റോണി ഡേവിഡ് രാജ്, ബാബുരാജ് അങ്ങനെ തുടങ്ങി ഒരു ചെറിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. ഈ 2 ചിത്രങ്ങളും തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബൈലോ പ്രകാരം അവർ പറയുന്ന ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ, അതായത് പ്രസിഡന്റ് സ്ഥാനത്തോ ജനറൽ സെക്രട്ടറിയോ ട്രഷററോ അങ്ങനെ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ നിങ്ങൾ മിനിമം 3 സിനിമകൾ നിർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബൈലോ പ്രകാരം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങൾ 3 സിനിമകൾ നിർമ്മിക്കണം എന്നുള്ളതല്ല, സെൻസർ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ 3 സിനിമകളെങ്കിലും നിങ്ങളുടെ പേരുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതായത് നിങ്ങളൊരു നിർമ്മാതാവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെൻസർ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേര് വരും. പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വിജയ് ബാബു, സാൻഡ്ര തോമസ് എന്നിവരാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെൻസർഡ് സർട്ടിഫിക്കറ്റിൽ പേര് വന്നിരിക്കുന്നത് സാൻഡ്ര തോമസ് ആണ്. വിജയ് ബാബുവും സാൻഡ്ര തോമസും ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ 9 സിനിമകളോളം നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഹിറ്റ് ചിത്രങ്ങളുണ്ട്, കുറച്ച് ഫ്ലോപ്പ് ചിത്രങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ, ഹിറ്റോ ഫ്ലോപ്പോ എന്നത് ബാധിക്കുന്ന കാര്യമില്ല. നിങ്ങൾ സിനിമകൾ നിർമ്മിച്ചിരിക്കണം എന്നത് മാത്രമേ ബൈലോയിലുള്ളൂ. സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് സാൻഡ്ര പിന്നീട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതിൽ ആകെ 2 ചിത്രങ്ങളെ നിർമ്മിച്ചിട്ടുള്ളൂ. സാൻഡ്ര കൊടുത്തിരിക്കുന്ന ഈ പത്രികയിൽ സാൻഡ്ര സ്വാഭാവികമായും ഇപ്പോൾ നിൽക്കുന്നത് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന തൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. അതിലാകെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ സാൻഡ്രയുടെ മറുവാദം എന്ന് പറയുന്നത്, തൻ്റെ പേരിൽ 9ഓളം ചിത്രങ്ങൾ സെൻസർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയിലും 2 സിനിമകൾ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 11 സിനിമകളോളം ഉണ്ട്. സാൻഡ്ര തോമസ് ആദ്യം ഫ്രൈഡേ ഫിലിം ഹൗസിലാണെങ്കിലും പിന്നീട് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിലാണെങ്കിലും ഇനി ഭാവിയിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയിലാണെങ്കിൽ പോലും സാൻഡ്ര ഒരു ആജീവനാന്ത മെമ്പർ കൂടിയാണ് ഈ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ. അതുകൊണ്ട് സാൻഡ്രയ്ക്ക് മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നാണ് സാൻഡ്ര തോമസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാൻഡ്രയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പ്രകാശ് ബാരെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത്. ഈ മീറ്റിംഗിന് ശേഷം നിർമ്മാതാവ് സജി നന്ദ്യാട്ട് സാൻഡ്രയെ കണ്ടിട്ട് സാൻഡ്രയുടെ ഭാഗത്താണ് ന്യായമെന്ന് സജി നന്ദ്യാട്ടിന് പോലും സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ട് സജി നന്ദ്യാട്ട് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗ് നടന്ന സമയത്ത് മിണ്ടിയില്ല എന്ന് സാൻഡ്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ സജി പറയുന്നത് താൻ മിണ്ടി എന്നതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരെല്ലാവരും കണ്ടതാണ്, മിണ്ടിയിട്ടില്ല. ഇതിനിടയിൽ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നതായിട്ട് സാൻഡ്ര തോമസ് പറയുന്നുണ്ട്. സാൻഡ്ര പറയുന്നത് മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, എന്തിനാണ് നിർമ്മാതാക്കളുടെ സംഘടനയുമായി ഒരു ഉടക്കുണ്ടാകുന്നത്, എന്തിനാണ് കേസ് എന്നതാണ് മമ്മൂട്ടിയുടെ ചോദ്യം. സാൻഡ്ര അതിന് മറുപടി കൊടുത്തത്, മമ്മൂട്ടിയുടെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മമ്മൂക്ക എന്നത് സാൻഡ്ര ചോദിച്ചപ്പോൾ, ഇനി എനിക്കൊന്നും സാൻഡ്രയോട് പറയാനില്ല, സാൻഡ്രയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് മമ്മൂക്ക പറയുകയും ഫോൺ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു എന്നാണ് സാൻഡ്ര പറയുന്നത്. എന്തായാലും അഭിമുഖത്തിൽ സാൻഡ്ര ഇത് പറഞ്ഞതിന് ശേഷം മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം അറ്റാക്ക് നടക്കുകയാണ്. ഇങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ മമ്മൂട്ടി എന്നതും ഒരു ചോദ്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം സാൻഡ്ര പറയുന്നുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് മമ്മൂട്ടിയുടെ വീട്ടുജോലിക്കാരനാണ് എന്നതും കൂടി സാൻഡ്രയുടെ പരാമർശം കൃത്യമായി തന്നെ ആന്റോ ജോസഫിനെ സൂചിപ്പിക്കുന്നതാണ് എന്നതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ സാൻഡ്ര പരസ്യമായി തന്നെ മമ്മൂട്ടിക്കെതിരെ രംഗത്തെത്തി. അതോടൊപ്പം തന്നെ സാൻഡ്ര പറയുന്ന ഒരു കാര്യം, താനുമായി മമ്മൂട്ടി ഒരു ചിത്രം സൈൻ ചെയ്തിരുന്നു, അതിൽ നിന്നും പിന്മാറുകയാണ് മമ്മൂട്ടി എന്നതും അറിയിച്ചിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സാൻഡ്ര തുറന്നു പറയുന്നത്. ഇതും വലിയ വിമർശനം മമ്മൂട്ടിക്കെതിരെ ഉയർത്തുന്നുണ്ട്. പ്രധാനമായും പിന്നീട് നടക്കുന്നത് ജി സുരേഷ് കുമാർ എന്ന നിർമ്മാതാവും സാൻഡ്ര തോമസും തമ്മിലുള്ള വാക്കുതർക്കമാണ്. അത് നടക്കുന്നത് സാൻഡ്ര പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്താണ്. അതായത്
കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിലും ഇരിക്കുന്നത് ഇവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ, ഈ തലപ്പത്തിരിക്കുന്നവർ തന്നെയല്ലേ അവിടെയും ഉള്ളത് എന്ന് പറയുമ്പോഴാണ് ജി സുരേഷ് കുമാറിന് അത് ചൊടിപ്പിക്കുന്നത്. ജി സുരേഷ് കുമാറും സാൻഡ്ര തോമസിലും ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത്. എന്തായാലും സാൻഡ്ര അതിനുശേഷം അവിടുത്തെ ഭരണാധികാരിയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പത്രിക സമർപ്പിച്ചപ്പോൾ മാത്രമാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു സൂക്ഷ്മ പരിശോധന നടക്കുന്നത്, ഇവിടെ എത്രയോ പേര് പത്രിക സമർപ്പിച്ചു, അപ്പോഴൊന്നുമില്ലാത്ത കാര്യം എന്തുകൊണ്ടാണ് ഭരണാധികാരി ഇപ്പോൾ നോക്കുന്നത് എന്ന് സാൻഡ്ര തോമസ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാൻഡ്ര പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇവിടെ നിർമ്മാതാവായ വിശാഖ് സുബ്രഹ്മണ്യൻ ഇതുപോലെ മെർലാൻഡ് സിനിമാസും അതോടൊപ്പം തന്നെ ഫണ്ടാസ്റ്റിക് ഫിലിംസിന്റെയും നിർമ്മാതാവാണ്. ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. മെർലാൻഡ് സിനിമാസിന്റെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യനാണ്, അതിനുശേഷം ഫണ്ടാസ്റ്റിക് ഫിലിംസും വിശാഖ് സുബ്രഹ്മണ്യൻ ഒരു പാർട്ട്ണറാണ്. ഇതേപോലെ തന്നെയാണ് തനിക്കും സംഭവിച്ചത്. താൻ ആദ്യം ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പാർട്ട്ണറായിരുന്നു, അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്നൊരു നിർമ്മാണ കമ്പനി താൻ തുടങ്ങുകയും ചെയ്തു. ഇതിലെന്താണ് വ്യത്യാസം, വിശാഖിനില്ലാത്ത എന്ത് പ്രശ്നമാണ് തനിക്കുള്ളതെന്ന് സാൻഡ്ര തോമസ് ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സാൻഡ്രയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സാൻഡ്ര പറയുന്നത്, താൻ മത്സരിക്കാൻ വന്നാൽ ഈ ചീട്ടുകൊട്ടാരം മുഴുവൻ തകരും, ഇത്രയും വർഷങ്ങളായി ഈ തലപ്പത്തിരുന്നവരെല്ലാവരും തന്നെ താഴെ വീഴും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മത്സരിച്ച് ജയിക്കൂ, എന്തിനാണ് എൻ്റെ പത്രിക തള്ളുന്നത്, നിങ്ങൾ മത്സരിച്ച് ജയിക്കൂ എന്നതാണ് സാൻഡ്ര മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇതാണ് എനിക്ക് തോന്നുന്നു പല കൺഫ്യൂഷൻസും പ്രേക്ഷകർക്കിടയിലുണ്ട്, എന്തുകൊണ്ട് സാൻഡ്രയുടെ പത്രിക തള്ളി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനിപ്പോഴും കൃത്യമായ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നിർമ്മാതാക്കളിൽ പോലും രണ്ട് ചേരി തിരിയുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് സാൻഡ്ര കോടതിയിൽ പോകുന്നത്, നിയമസഹായം തേടുന്നത് എന്നുള്ളതാണ്. ബൈലോ പ്രകാരം ഒരു സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, അവർക്ക് ബൈലോയിൽ എപ്പോൾ വേണമെങ്കിലും അമെൻമെൻറ്റ് വരാം, അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കാരണം അവിടുത്തെ കൂട്ടായ്മ ഡിസിഷനാണ്, അവിടുത്തെ ജനാധിപത്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ്. പക്ഷേ നമ്മൾ നിലവിൽ കേരള സർക്കാരിലേക്ക് പോകുമ്പോൾ, അതായത് ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് സാൻഡ്ര നീങ്ങുമ്പോഴേക്കും അത് മറ്റൊരു തലത്തിലേക്ക് മാറും. അത് നിലവിലത്തെ ബൈലോ പ്രകാരം എന്തുകൊണ്ട് സാൻഡ്രയ്ക്ക് മത്സരിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തില്ല എന്ന് കോടതി ചോദിക്കും. അതനുസരിച്ച് എന്തുകൊണ്ടാണെന്നുള്ളത് അവിടുത്തെ ഭരണാധികാരി ഉൾപ്പെടെയുള്ളവർ വന്ന് പറയേണ്ടി വരും. സോ സാൻഡ്ര ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതെങ്ങനെയാണ് മാറാൻ പോകുന്നത്, സാൻഡ്രയുടെ നിലപാട് എന്തായിരിക്കും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭയക്കുകയാണോ സാൻഡ്രയെ എന്നൊരു വലിയ ചോദ്യവും കൂടി നിൽക്കുകയാണ്.